ഈ ക്വിന്റൻ ടാരന്റീനോ 10ാമത്തെ പടം കഴിഞ്ഞാൽ പടമെടുപ്പ് നിർത്തും. ചങ്ക് പറഞ്ഞു പോരുന്ന വേദനയോടെ അല്ലാതെ സിനിമാ ആരാധകർക്ക് ഈ ചോദ്യത്തെ നേരിടാൻ സാധിക്കില്ല. ഈ ചോദ്യത്തിന് ആർക്കും അങ്ങനെ കൃത്യമായ ഉത്തരവൊന്നുമില്ല. പക്ഷേ അത്തരമൊരു സാധ്യത ആരും തള്ളിക്കളയാറുമില്ല. കാരണം നമ്മൾ സംസാരിക്കുന്നത് ടാരന്റീനോ പറ്റിയാണ്. സംവിധായകന്റെ കുപ്പായം അഴിച്ചുവെച്ച് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാണികളുടെ കസേരയിലേക്ക് എന്നേക്കുമായി മാറിയിരിക്കാൻ അയാൾക്ക് മടിയുണ്ടാവില്ല. സെർജിയോ ലിയോൺ പടങ്ങളിലെ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ സ്വാഗിൽ തന്നെ അയാൾ സ്പോട്ട്ലൈറ്റുകളിൽ നിന്ന് നടന്നു നീങ്ങും. കാരണം അയാളൊരു തോന്നിയാസിയാണ്. കൾട്ട് എന്ന വാക്കിനോട് ഏറ്റവും നീതി പുലർത്തുന്നത് ക്വിന്റൻ ടാരന്റീനോ ആരാധകരാണ്. അയാൾ അവർക്ക് ഒരുതരം മാനിയ തന്നെയാണ്. എല്ലാത്തരം സിനിമകളും കാണാനുള്ള പ്രേരണ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൾട്ട് ഫോളോയിങ് ടാരന്റീനോയ്ക്ക് ഉണ്ടാകുന്നു? അപകടകരമായ രീതിയിൽ സിനിമ എഴുതുകയും എടുക്കുകയും ചെയ്യുന്ന സംവിധായകനാണ് അദ്ദേഹം. ഒരുതരം ട്രപ്പീസ് കളി. ഒന്ന് ബാലൻസ് തെറ്റിയാൽ സിനിമ രാഷ്ട്രീയമാകും, തെറ്റിദ്ധരിക്കപ്പെടും, ചിലപ്പോൾ അർത്ഥമില്ലാത്ത വെറും ഡയലോഗുകൾ മാത്രമാകും. ഈ ബാലൻസ് എങ്ങനെയാണ് ടാരന്റീനോ നേടിയത്? സിനിമ കണ്ട് നേടിയതാണെന്ന് വേണമെങ്കിൽ പറയാം. ജനിച്ചപ്പോഴേ അയാളെ സിനിമ തൊട്ടിരുന്നു. 1967 മാർച്ച് 27 16-കാരിയായ കോണിക്കും 21-കാരനായ ടോണിക്കും ഒരു ആൺകുട്ടി ജനിക്കുന്നത്. കുട്ടിക്ക് പേരിടാനായപ്പോൾ കോണിയിലെ സിനിമാ പ്രേമി തലപൊക്കി. 60കളിൽ പോപ്പുലറായിരുന്ന ഗൺസ്മോക്ക് എന്ന TV പരമ്പരയിലെ ബട്ട് റൊണാൾഡ്സ് അവതരിപ്പിച്ച ഇന്ത്യൻ കഥാപാത്രത്തിന്റെ പേര് തന്നെ കുട്ടിക്കിട്ടു, ക്വിന്റ്. സിനിമ കണ്ടായിരുന്നു ക്വിന്റിന്റെ വളർച്ച. 6ാം വയസ്സിൽ ദ വൈൽഡ് ബ്രാഞ്ച്, 8ാം വയസ്സിൽ കാർണൽ നോളേജ്, 9ൽ ഡെലിവറൻസ്. അങ്ങനെ സിനിമ കണ്ട് ക്വിന്റ് വളർന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ അവൻ തിയേറ്ററിലേക്ക് പാഞ്ഞു. അതുകൊണ്ടാകാം 22ാം വയസ്സിൽ മാൻഹാട്ടൻ ബീച്ച് വീഡിയോ ആർക്കൈവ്സിലെ ജോലി അവൻ തിരഞ്ഞെടുത്തത്. അവിടെ വെച്ച് ടാരന്റീനോയ്ക്ക് സിനിമാ പ്രേമിയായ ഒരു സുഹൃത്തിനെയും കിട്ടി, റോജർ ആവറി. അവരാ റെന്റൽ സ്റ്റോറിൽ ഇരുന്ന ദിവസം മുഴുവൻ സിനിമ കണ്ടു. കസ്റ്റമേഴ്സുമായി സിനിമകളെ പറ്റി സംസാരിച്ചു. ഇതിനിടയിൽ തകൃതിയായ സ്ക്രിപ്റ്റ് എഴുത്തും ആക്ടിംഗ് ക്ലാസ്സിന് പോക്കും ഒക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ഹോളിവുഡ് നടനാകണമെന്ന് ആഗ്രഹിച്ച ടാരന്റീനോ ആ കാലത്ത് ഒരു തട്ടിക്കൂട്ട് CV ഉണ്ടാക്കുന്നുണ്ട്. അതിൽ തന്റെ ആക്ടിംഗ് കരിയറിനെ പറ്റി വിശദീകരിക്കുന്ന ഭാഗത്ത് ഗോദാർദിന്റെ കിങ് ലെയറിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും എഴുതിയിരുന്നു. ഹോളിവുഡിൽ ആർക്കും ഗോദാർദിനെയും കിങ് ലെയറിനെയും പരിചയമുണ്ടാവില്ലെന്നതായിരുന്നു അതിന് പിന്നിലെ ന്യായം. 1986 ആക്ടിംഗ് ക്ലാസ്സിലെ സുഹൃത്തായ ക്രേഗ് ഹാമിനുമൊത്ത് ടാരന്റീനോ തന്റെ ആദ്യ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി, മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ബർത്ത്ഡേ. എന്നാൽ ഫിലിം കത്തിപ്പോയതിനാൽ ഇത് പുറത്തു വന്നില്ല. 1987 എഴുതിയ ട്രൂ റൊമാൻസ് എന്ന സ്ക്രിപ്റ്റ് $50,000 ടാരന്റീനോ വിറ്റു. ഈ പണം ഉപയോഗിച്ച് തന്റെ 3ാമത്തെ സ്ക്രിപ്റ്റായ റിസർവോയർ ഡോഗ്സ് 16mm കൂട്ടുകാരെ അഭിനേതാക്കളാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യാനായിരുന്നു പദ്ധതി. ഈ സ്ക്രിപ്റ്റ് പല വഴി കറങ്ങി നടൻ ഹാർവി കീറ്റലിന്റെ കയ്യിലെത്തി. സ്ക്രിപ്റ്റ് വായിച്ച ഹാർവി അതിൽ അഭിനയിക്കാമെന്നും കുറച്ച് ഫണ്ടും പോപ്പുലർ കാസ്റ്റിംഗും കണ്ടെത്താൻ സഹായിക്കാമെന്നും ഏറ്റു. അങ്ങനെ 1992 റിസർവോയർ ഡോഗ്സ് എന്ന തന്റെ ആദ്യ ചിത്രം ടാരന്റീനോ ചിത്രീകരിച്ചു. സൺഡാൻസിലെ സ്ക്രീനിങ്ങിൽ പടത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ചിലർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു, ചിലർ ഇറങ്ങിപ്പോയി. ബോക്സ് ഓഫീസിലും ആ ചിത്രം വലിയ വിജയമായിരുന്നില്ല. എന്നാൽ കൃത്യം 1 മാസത്തിന് ശേഷം കഥ മാറി. ഹീസ്റ്റ് ഇല്ലാത്ത ആ ഹീസ്റ്റ് മൂവി കാണാൻ ആളുകൾ കേട്ടറിഞ്ഞ് തിയേറ്ററിലേക്ക് എത്തിത്തുടങ്ങി. കണ്ടിറങ്ങിയ ഓരോരുത്തരുടെയും കാതിൽ ആ സിനിമയുടെ സൗണ്ട് ട്രാക്ക് മുഴങ്ങി. കേട്ട നീളൻ ഡയലോഗുകൾ അവർ ഏറ്റുപറഞ്ഞു. ഒന്നുകൂടി ആ ചിത്രത്തിന്റെയും സംവിധായകന്റെ പേര് അവർ പറഞ്ഞു പഠിച്ചു, റിസർവോയർ ഡോഗ്സ്, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ക്വിന്റൻ ടാരന്റീനോ. ചിത്രത്തിന്റെ വിതരണം മിറാമാക്സ് ഏറ്റെടുത്ത നിമിഷം ഹോളിവുഡിന്റെ ഹോൾ ഓഫ് ഫെയിമിലേക്ക് ടാരന്റീനോ എന്ന പേരും എഴുതപ്പെട്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് പ്രതീക്ഷയോടെ നമ്മൾ ഓരോ ടാരന്റീനോ പടത്തിനായും കാത്തിരുന്നു. 10 പടത്തോടെ സിനിമാ സംവിധാനം നിർത്തുമെന്ന് പറഞ്ഞതോടെ എണ്ണം വെച്ചായി കാത്തിരിപ്പ്. തനതായ സ്റ്റൈൽ നിറഞ്ഞതാണ് ഓരോ ടാരന്റീനോ ഫ്രെയിമും. ഈ ഫ്രെയിമുകളുടെ ഭംഗി മാത്രമല്ല പ്രേക്ഷകരെ പടത്തിന് മുന്നിൽ കൊരുത്തിടുന്നത്. സാധാരണ നെടുനീളൻ ഡയലോഗുകൾ വരുമ്പോൾ ആളുകൾ കോട്ടുവായി ഇടാറാണ് പതിവ്. എന്നാൽ എഴുതുന്നത് ടാരന്റീനോ ആണെങ്കിൽ അതങ്ങനെയാവില്ല. രസകരമായ സംഭാഷണങ്ങളിൽ നിന്നാണ് ടാരന്റീനോ രസകരമായ സന്ദർഭങ്ങളിലേക്ക് കടക്കുക. പൾപ്പ് ഫിക്ഷനിലെ ഡൈനറിലെ ഓപ്പണിംഗ് സീനും അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കയറുന്ന വിൻസെന്റ് വേഗയുടെയും ജൂൾസിന്റെയും കാറിനുള്ളിലെ സീനും ഇതിന് ഉദാഹരണമാണ്. ആംസ്റ്റർഡാമിലെ ഹാഷ് ബാറുകളെക്കുറിച്ചും അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള സാംസ്കാരിക വ്യത്യാസങ്ങളെക്കുറിച്ചുമാണ് കാറിനുള്ളിലെ ചർച്ച. എന്തിന്? ഈ ചോദ്യത്തിന് ഇടം നൽകും മുമ്പ് അവർ വണ്ടി നിർത്തി ഡിക്കിയിൽ നിന്ന് പിസ്റ്റളുകൾ എടുക്കുന്നു. പിന്നെ സംസാരം മിയ എന്ന നടിയെക്കുറിച്ചാകുന്നു. ആദ്യം കഥയുമായി ഒരു ബന്ധവും തോന്നിക്കാത്ത ഇത്തരം സംസാരങ്ങളാണ് ടാരന്റീനോയുടെ കഥകളിലും കഥാപാത്രങ്ങളിലും ഊർജ്ജം നിറയ്ക്കുന്നത്. സംഭാഷണങ്ങൾ പോലെ തന്നെ കഥാപാത്രങ്ങൾക്കും അവരുടെ പരിസരങ്ങൾക്കും, എന്തിന് അവർ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികൾക്ക് പോലും കണ്ണിൽ പെടത്തക്കവണ്ണം സവിശേഷതകൾ ഉണ്ടാകും. ഇനി നമ്മൾ കണ്ടില്ലെങ്കിൽ ക്രാഷ് സൂം ചെയ്ത് സംവിധായകൻ അത് നമ്മളെ കാണിച്ചിരിക്കും. ഉദാഹരണത്തിന് കിൽ ബില്ലിലെ ബ്രൈഡ്, ജാങ്കോ അൺചെയിനിലെ ജാങ്കോ, റിസർവോയർ ഡോഗ്സിലെ മോഷ്ടാക്കൾ എന്നിവരുടെ കോസ്റ്റ്യൂം, പിന്നെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിലെ ഹാൻസ് ലാൻഡിയുടെ പൈപ്പ്, കിൽ ബില്ലിലെ മാസ്റ്റർ പൈമയുടെ മീശ. കഥാപാത്രങ്ങൾക്ക് വിഷ്വൽ ഐഡന്റിറ്റി നൽകാനാണ് ഇതുവഴി ടാരന്റീനോ ശ്രമിക്കുന്നത്. ടാരന്റീനോയുടെ എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി, സൗണ്ട് ഡിസൈൻ എന്നിവയുടെ പീക്ക് മൊമെന്റ് ആയിരുന്നു ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് സീക്വൻസ്. സിനിമാറ്റിക് ടെൻഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നതിന്റെ ഉത്തമ ഉദാഹരണം. ബീത്തോവന്റെ ഫോറലേസ് പരിഷ്കരിച്ച് എനിയോ മോറിക്കോൺ ചിട്ടപ്പെടുത്തിയ ദ വേർഡിക്റ്റ് എന്ന ട്രാക്കിന്റെ പശ്ചാത്തലത്തിലാണ് ഹാൻസ് ലാൻഡ എന്ന നാസി ആ ഡയറി ഫാമിലേക്ക് എത്തുന്നത്. അയാൾക്ക് ആ ഫാമിൽ ഒരു ജൂത കുടുംബം ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നറിയണം.
അയാൾ ഫാമിനുള്ളിലേക്ക് കടക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഫ്രഞ്ചിലും ഇംഗ്ലീഷിലുമുള്ള ദൈർഘ്യമേറിയ സംഭാഷണമാണ്. ഈ സീൻ 180 ഡിഗ്രി ബ്രേക്ക് ചെയ്താണ് ടാരന്റിനോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഫ്രെയിമിനുള്ളിലെ കഥാപാത്രങ്ങളെ ഒറ്റപ്പെടുത്തി അവർ തമ്മിലുള്ള മാനസിക അകലം പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് കോമ്പോസിഷൻ. എഡിറ്റർ സാലിമെങ്കെ പിരിമുറുക്കം പരമാവധിയാക്കാൻ കട്ടുകൾ മനഃപൂർവ്വം മന്ദഗതിയിലാക്കുന്നു. സസ്പെൻസുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കട്ടുകൾ കൂടുന്നു. ക്യാമറ ഒടുവിൽ ഫ്ലോർ ബോർഡുകൾക്ക് താഴെയായി മറഞ്ഞിരിക്കുന്ന ആ ജൂത കുടുംബത്തെ, ലാൻഡിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എലികളെ, കാണിക്കുന്നിടത്ത് നമ്മുടെ അടിവയറ്റിൽ ഒരു പഞ്ച് കിട്ടിയ ഫീലാണ് ഉണ്ടാവുക. അടിമുടി സിനിമ നിറഞ്ഞു നിൽക്കുമ്പോഴും ടാരന്റിനോയിലെ എഴുത്തുകാരനാണ് തലയെടുപ്പ് കൂടുതൽ. അസൂയപ്പെടുത്തുന്ന വഴക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ളത്. അതിങ്ങനെ ചരിത്രവും വർത്തമാനവുമായി ഇഴകി ചേർന്നിരിക്കുന്നു. എഴുത്തുപോലെ തന്നെ ടാരന്റിനോയുടെ എഴുത്ത് രീതിയും വ്യത്യസ്തമാണ്. ഒരു സിനിമ എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും. എന്നിട്ട് കറുപ്പും ചുവപ്പും നിറമുള്ള ഫ്ലെയർ പേനുകളും ഒരു നോട്ട്ബുക്കും വാങ്ങിക്കും. ഇതാണ് എഴുത്ത് സാമഗ്രികൾ. പകലാണ് എഴുത്ത്. 10 മണിക്ക് തുടങ്ങിയാൽ ഒരു 7 മണി വരെ അത് നീളും. എഴുത്ത് നിർത്തുന്നതിന് മുമ്പ് നാളെ എവിടെ തുടങ്ങണമെന്ന നോട്ടുകൾ കുറിച്ചിടും. ആ ദിവസത്തെ എഴുത്ത് കഴിഞ്ഞാൽ നേരെ പൂളിലേക്ക് ഇറങ്ങും. നീന്തലിനിടയിൽ കഥയും കഥാപാത്രങ്ങളുമാകും മനസ്സ് നിറയെ. കൈ നീങ്ങി കാലകറ്റി എന്നിങ്ങനെയുള്ള ഒരു മെക്കാനിക്കൽ എഴുത്ത് രീതി അല്ല ടാരന്റിനോയുടേത്. ഒരു നോവലിസ്റ്റിന്റെ മനസ്സോടെയാണ് ടാരന്റിനോ സ്ക്രിപ്റ്റ് എഴുതുക. ചാപ്റ്ററുകൾ തിരിച്ച് ഓരോ പേജും വായനായോഗ്യമാണെന്ന് ഉറപ്പ് വരുത്തുന്ന എഴുത്ത്. നേരെ ബ്ലാങ്ക് പേജിലേക്ക് കടക്കുകയായിരിക്കും. കഥ പിന്നെ കൊണ്ടുപോകുന്നത് കഥാപാത്രങ്ങളാണ്. എഴുത്തിൽ മാത്രമല്ല, ഷൂട്ടിങ്ങിലും ടാരന്റിനോയ്ക്ക് ചില നിഷ്ഠകളുണ്ട്. സിനിമയുടെ മാജിക് നഷ്ടപ്പെടാതിരിക്കാൻ ഫിലിമിൽ മാത്രമേ അദ്ദേഹം പടങ്ങൾ എടുക്കാറുള്ളൂ. പോൾ തോമസ് ആൻഡേഴ്സൺ, ടാരന്റിനോ പോലുള്ള ചുരുക്കം പേർക്ക് മാത്രമേ ഈ സൗകര്യം സ്റ്റുഡിയോകൾ നൽകാറുള്ളൂ. അവരുടെ ഫിലിം മേക്കിങ്ങിൽ അത് അത്ര പ്രധാനപ്പെട്ടതാണ്. വളരെ ഓർഗാനിക്കായി സിനിമ എഴുതുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ടാരന്റിനോയെ ആദ്യ പടം മുതൽ പിന്തുടരുന്നത് 2 വിമർശനങ്ങളാണ്. ഒന്ന് വയലൻസിന്റെ അതിപ്രസരമാണെങ്കിൽ, 2 കറുത്ത വംശജരെ അധിക്ഷേപിക്കുന്നുവെന്നാണ്. ഇതിന് രണ്ടിനും ടാരന്റിനോ മറുപടിയും നൽകിയിട്ടുണ്ട്. സിനിമയിലെ വയലൻസിനെ വെറും എന്റർടൈൻമെന്റ് ആയിട്ടാണ് താൻ കാണുന്നതെന്നാണ് ടാരന്റിനോ ആവർത്തിച്ച് പറയുന്നത്. കൃത്യമായി സ്റ്റേജ് ചെയ്താൽ പ്രേക്ഷകരുടെ ഉള്ളിലെ വികാരങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുന്ന മീഡിയമായിട്ടാണ് വയലൻസിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ടാരന്റിനോയ്ക്ക് അത് ശരിയാകുമ്പോൾ തന്നെ മറ്റു പലർക്കും വയലൻസിനെ സ്ക്രീനിലേക്ക് എത്തിക്കുമ്പോൾ പാളിപ്പോകാറുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് കൈയൊതുക്കം അത്യന്താപേക്ഷികമാണ്. വർണ്ണവെറിയാണ് ടാരന്റിനോ നേരിടുന്ന മറ്റൊരു ആരോപണം. കറുത്ത വംശജരായ കഥാപാത്രങ്ങൾക്ക് നേരെ എൻവേർഡ് ഉപയോഗിക്കുന്ന പ്രവണത. ആധികാരികതയേക്കാൾ ചൂഷണമാണ് ഇതിലുള്ളതെന്നാണ് സ്പൈക്ക് ലീ പോലുള്ള സംവിധായകർ പറയുന്നത്. കറുത്തവരുടെ വേദനയും ഐഡന്റിറ്റിയും ഉപയോഗിക്കുന്നത് അതിന്റെ പിന്നിലെ യാതനകളെ മനസ്സിലാക്കാതെ കേവലം ഷോക്ക് വാല്യുവിനോ സ്റ്റൈലിസ്റ്റിക് ഫ്ലെയറിനോ വേണ്ടിയാണെന്നാണ് ആരോപണം. കറുത്തവന്റെ രക്ഷകനായി ഒരു വെളുത്തവനെത്തുന്നതാണ് ജാങ്കോ അൺചെയിൻഡ് സിനിമ തന്റെ പൂർവികരെ അപമാനിക്കുന്നതാണെന്നും ലീ പറഞ്ഞു. ബ്ലാക്ക് എക്സ്പ്ലോയിറ്റേഷൻ സിനിമകളിൽ നിന്നും ക്രെഡിറ്റ് വെക്കാതെ കടമെടുത്തതാണ് ജാക്കി ബ്രൗൺ പോലുള്ള സിനിമകളിലെ സ്റ്റൈലും മ്യൂസിക്കുമെന്നും വിമർശനമുണ്ട്. തന്റെ ഒരു കഥാപാത്രം റേസിസ്റ്റ് ആണെങ്കിൽ അയാളുടെ ഭാഷയെ ശുദ്ധീകരിക്കാൻ താൻ ശ്രമിക്കില്ലെന്നും അങ്ങനെ ചെയ്താൽ അത് യാഥാർത്ഥ്യമാകില്ലെന്നുമാണ് ടാരന്റിനോ ഈ ആരോപണങ്ങൾക്ക് നൽകിയ മറുപടി. നമുക്ക് ആ 10ാമത്തെ പടത്തിലേക്ക് തിരിച്ചെത്താം. 60കളിലെ ഹോളിവുഡിന് ട്രിബ്യൂട്ട് കൊടുത്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് ആയിരുന്നു ടാരന്റിനോയുടെ 9ാമത്തെ സിനിമ. അതിനുശേഷം അതേ പേരിൽ ടാരന്റിനോ ഒരു നോവൽ പുറത്തിറക്കി. അടുത്തതായി പ്രശസ്ത ഫിലിം ക്രിട്ടിക് പൗളിൻ കീലിന്റെ കഥ മൂവി ക്രിട്ടിക് എന്ന പേരിൽ സിനിമയാക്കാൻ പോകുന്നു എന്ന തരത്തിൽ റൂമറുകൾ വന്നു. അതങ്ങനെ ബലപ്പെട്ട് വന്ന ഒരു ദിവസം ഒന്നുമല്ലാതെയായി. കിൽ ബിൽ 3 ആയിരിക്കും അവസാന പടമെന്നും കഥകൾ വന്നു. അയാൾ ഒരു നാടകം എഴുതുകയാണെന്നാണ് പിന്നെ വന്ന വാർത്ത. ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡിലെ ബ്രാഡ് പിറ്റിന്റെ ക്ലിഫ് ബൂത്ത് എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു എന്നാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി അത് സംവിധാനം ചെയ്യുക ടാരന്റിനോ ആയിരിക്കില്ല, ഡേവിഡ് ഫിഞ്ചർ ആയിരിക്കും. ഫിഞ്ചർ മികച്ചൊരു സംവിധായകനാണ്. പക്ഷേ ടാരന്റിനോയും ഫിഞ്ചറും ഇവർ രണ്ടുപേരും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. ഫിഞ്ചറിന് വേണ്ടി ടാരന്റിനോ തന്റെ സിഗ്നേച്ചർ സ്റ്റൈൽ മാറ്റുമോ? സംശയമാണ്. വീണ്ടും ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. എന്നാണ് ടാരന്റിനോസ് 10 ഫിലിം എന്ന സ്ക്രീനിൽ തെളിയുക? അതെന്നായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിൽ കൊടിയ വയലൻസ് ഉണ്ടാകും, നെടുനീളം ഡയലോഗുകൾ ഉണ്ടാകും. കഥാപാത്രങ്ങൾ ആരുടെയും അനുമതി തേടാതെ കാൽപാദങ്ങൾ ഫ്രെയിമിലേക്ക് കയറ്റിവെക്കും. കാത്തിരിക്കുകയാണ് ടാരന്റിനോയുടെ ആ 10ാം വരവിനായി, കാണികളുമായുള്ള മെക്സിക്കൻ സ്റ്റാൻഡ് ഓഫിനായി.